ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയി ഒരു വീഡിയോ ചെയ്തിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയും, അത് ഇതിൽ 1 സ്പൂണ് ചെറിയ ജീരകം, 2 സ്പൂണ് പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പഴംപൊരി റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാവ് ഞാനൊന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? മൈദ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. മൈദ, 1 സ്പൂണ് ചെറിയ ജീരകം, പിന്നെന്താണ് 2 സ്പൂണ് പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പഴത്തിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഇപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത്. കാരണം മൈദ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ടൈറ്റായിട്ട്, ഇച്ചിരി ഉപ്പ്, ഇത്ര മതി. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുക. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ച് വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പഴം എന്ത് ചെയ്യുക, നമുക്ക് പൊരിച്ചെടുക്കുക. ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ മാവ് റെഡിയാക്കി വെക്കണം കേട്ടോ. കണ്ടോ? അതുപോലെ ഇത് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും. ഇതിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതുപോലെ ഇതൊരു യെല്ലോ കളർ ഫുഡ് കളറാണ്. ഒരു തുള്ളി വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു ശകലം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തുള്ളി ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വേണ്ട, ഒരല്പം ചേർത്താൽ മാത്രം മതി. പഴംപൊരിക്ക് നല്ലൊരു യെല്ലോ കളറ് കിട്ടും. നല്ല ഏത്തപ്പഴം, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതുപോലെ പൊളിച്ച് 2ആയിട്ട് വേണം കട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിത് 4 പീസായിട്ടാണ് എടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഏറെക്കുറെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മുക്കി ഈ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക. കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൽ ഇതുപോലെ മുക്കി പൊക്കി എണ്ണയിലേക്കിട്ട് ഓരോന്നോരോന്നിട്ട് വറുത്ത് കോഴി എടുക്കുക. നല്ല രീതിക്ക് നമ്മുടെ മാവൊക്കെ പൊന്തി റെഡി ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പഴംപൊരി ഉണ്ട്. നല്ല വൃത്തിക്ക് നല്ല ഇതിൽ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബോള് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അല്ലേ? നല്ല സോഫ്റ്റായ നല്ല ചൂട് പഴംപൊരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. എന്തൊക്കെ ഐറ്റംസ് എന്നറിയാമല്ലോ? നമ്മുടെ മൈദ, പിന്നെന്താ ചെറിയ ജീരകം, ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, 2 സ്പൂണ് പഞ്ചസാര. ഇത് കുറച്ച് വെള്ളത്തിൽ അത്യാവശ്യം ടൈറ്റിൽ നമ്മുടെ പഴം മുക്കിയ പഴത്തേൽ ഇരിക്കണം മാവ്. ആ പരുവത്തിന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഒന്നാന്തരം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.
പിന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.